തിരികെ വാർത്തയിലേക്ക്. തീരുവ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന രാജ്യമാണെന്നും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാനാവാത്ത സ്ഥിതിയാണെന്നും ട്രംപ് പറഞ്ഞു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, തീരുവ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഉയർന്ന തീരുവ ചുമത്തിയതിന് പിന്നാലെ വീണ്ടും ഇന്ത്യക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ US ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ലോകത്തെ ഏറ്റവും ഉയർന്ന തീരുവ പിരിക്കുന്നത് ഇന്ത്യയാണ് എന്നൊരു വിമർശനമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന രാജ്യമെന്നൊരു ആരോപണം ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ വിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളതെന്നാണ് ട്രംപ് പറയുന്നത്. ഇന്ത്യ അമേരിക്കയുമായി നല്ല രീതിയിൽ വ്യാപാരം നടത്തിയിരുന്നതായും ട്രംപ് ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിൽ നിന്ന് US ഉയർന്ന തീരുവ ഈടാക്കാത്തതിനാലാണ് ഇത് സാധ്യമായത് എന്നാണ് ട്രംപ് ന്യായീകരിക്കുന്നത്. 200% തീരുവ ചുമത്തിയിരുന്നതിനാൽ ബൈക്കുകൾ ഇന്ത്യയിൽ വിൽക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് ട്രംപ് പറയുന്നു. കൂടാതെ അതുകൊണ്ട് തന്നെ ബൈക്ക് കമ്പനികൾക്ക് ഇന്ത്യയിൽ പ്ലാന്റ് സ്ഥാപിക്കേണ്ടി വന്നു. ഇപ്പോൾ അവർക്ക് ഉയർന്ന തീരുവ നൽകേണ്ടി വരുന്നില്ലെന്നും ട്രംപ് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും അമേരിക്കയുമായി ഇന്ത്യക്ക് നല്ല ബന്ധമാണ് ഉള്ളത്. ഉയർന്ന തീരുവ ഈടാക്കുന്നതിനാൽ വർഷങ്ങളായി ആ ബന്ധം ഏകപക്ഷീയം മാത്രമായിരുന്നു എന്നും ട്രംപ് പറയുന്നു. കൂടാതെ അതിൽ നിന്നൊരു മാറ്റമുണ്ടായത് അതായത് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഒരു ഏകപക്ഷീയത്തിൽ നിന്ന് ഒരു മാറ്റമുണ്ടായെന്നതാണ് ട്രംപ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. എന്തായാലും വീണ്ടും ട്രംപ് താരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ വിമർശനവുമായി വരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഷാങ്ഹായ് ഉച്ചകോടിയിലടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടും അതോടൊപ്പം തന്നെ ചൈനീസ് പ്രസിഡന്റുമായിട്ടും സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. കൂടുതൽ രാജ്യങ്ങളുമായി നല്ല രീതിയിൽ വ്യാപാരബന്ധമടക്കം നടത്താനുള്ള ശ്രമം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണം. നേരത്തെ ഉയർന്ന തീരുവ ഈടാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. കൂടാതെ മറ്റ് രാജ്യങ്ങളുമായി ഇതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും രാജ്യ താല്പര്യം സംരക്ഷിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഇതിൽ രാജ്യം വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളുമായി ഉള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കി കൊണ്ടുപോകുക, അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. ഇതോടൊപ്പം തന്നെ ജപ്പാനുമായി കൂടുതൽ കരാറിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ റഷ്യയുമായും കൂടാതെ ചൈനയുമായെല്ലാം തന്നെ ബന്ധം കൂടുതൽ ഊഷ്മളമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ സുഗമമാക്കുന്നു. ഇതെല്ലാം തന്നെ ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും തീരുവയുമായി ബന്ധപ്പെട്ട ഇന്ത്യക്കെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നത്. എന്തായാലും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ അതായത് തീരുവ ചുമത്തുന്ന രാജ്യമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന ഒരു വിമർശനമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാർത്തു, ശരി, വ്യക്തമാണ്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.